जिंदगी की राहों में तेरा साथ हो, हाथों में हरदम मेरे तेरा हाथ हो। अल्फाज हो मेरे तेरे जज्बात हो, दिल की किताबों में बस तेरी ही बात हो। I don't know where I am going, but I know that I'm going with you. And I don't care where this life takes me, 'cause all I want is you there too. And all I need is you with me. As long as I'm with you, then nothing could be wrong. It's right where we belong.
all the future prophecy, and all the waves, the sea, and on the road are you and me. And all the ways are like a kiss, and all the years are never cease, and all the moments fall in this. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിൽ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തെരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരായ മിക്സനെയും ആലിസിനെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ തിന്മയിൽ നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് ആദരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമേയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 9 മുതലുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രഭാഷണ പുസ്തകം 40-ാം അധ്യായം 23-ാം തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: സുഹൃത്തും സന്തത സഹചാരിയും എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ കൃത്യമാണ്. സുഹൃത്തും സന്തത സഹചാരിയും ഒരു ഭവനത്തിലേക്ക് എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ കൃത്യമാണ്. ഇപ്പോൾ ബെസ്റ്റികളുടെ കാലഘട്ടം. ബെസ്റ്റി, ഫ്രണ്ട്സ്, ചങ്കായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് ബെസ്റ്റി മതി അല്ലെങ്കിൽ ചങ്കായിട്ടുള്ള ആളുകൾ മതി എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ വചനം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: ഒരു ഭാര്യയും ഭർത്താവിൻ്റെ സന്ദർശനം, സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സന്ദർശനം, ദമ്പതികളുടെ സന്ദർശനം ഏറ്റവും കൃത്യമായ അനുഭവമാണ്. എന്തിനേക്കാൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടോ കോവർക്കറോ വരുന്നതിനേക്കാൾ സന്തോഷകരമാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദർശനം സന്തോഷകരമായി തീരുന്നത്? കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. ദൈവം സ്ഥാപിച്ച ഒരു ബന്ധമാണ് ഈ വിവാഹം എന്ന കൂദാശ. കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളം. അതാണ് ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദമ്പതികൾ നമ്മുടെ കുടുംബത്തിലേക്ക്, അത് ഓഫീസിലേക്ക്, എവിടേക്കാകട്ടെ, അവർ കടന്നു വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും ഒരു വൈബൊക്കെ കടന്നു വരാനുള്ള കാരണം അതാണ്. കാരണം ദൈവികമായൊരു സാന്നിധ്യം അവിടത്തേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് ആലിസൺ ഡിക്സൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളൊരു കൂദാശയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു കവനന്റിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഉടമ്പടിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളൊരു കോൺട്രാക്റ്റിലേക്കല്ല. ഒരു കോൺട്രാക്ട് ഒപ്പിടാനാണെങ്കിൽ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ ഓഫീസിലേക്ക് ചെന്നാൽ മതി, 2 സാക്ഷികളെ കൊണ്ടുപോയാൽ മതി. ഇവിടെ ദേവാലയത്തിന് മുമ്പിൽ ക്രിസ്തുവിനെ സാക്ഷി നിർത്തി, ഈ വിശ്വാസ സമൂഹത്തെ സാക്ഷി നിർത്തി നിങ്ങളൊരു ഉടമ്പടി ജീവിതം നയിക്കാൻ ആരംഭിക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് പരസ്പരമുള്ള സമർപ്പണമാണ്. ഒരു ഉടമ്പടി അവസാനിക്കുന്നത് ആ ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയുടെ മരണത്തിൽ മാത്രമാണ് ഉടമ്പടി അവസാനിക്കുന്നത്. കോൺട്രാക്റ്റ് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കക്ഷി കോൺട്രാക്റ്റിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാതെ പോയാൽ ആ കോൺട്രാക്റ്റ് നല്ലിഫൈ ചെയ്യാനുള്ള അധികാരം കോടതിക്കും മറ്റാൾക്കുണ്ട്. പക്ഷെ ഉടമ്പടി അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 20-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ദൈവം അബ്രാഹവുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അവനോട് പറയുന്നുണ്ട്, ഞാൻ നീയുമായൊരു ഉടമ്പടി ചെയ്യാൻ പോകും. തൊട്ടടുത്തിരിക്കുന്ന ജീവിത പങ്കാളി 25 വർഷം കഴിഞ്ഞിട്ടും എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയാൻ പറ്റും. ഒരു 10% ആക്യുറസിയിലെങ്കിലും നിങ്ങളുടെ അപ്പൻ എന്ത് ചിന്തിക്കുന്നു അമ്മയോടോ, അമ്മ എന്ത് ചിന്തിക്കുന്നത് അമ്മനോട് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് ദൈവം മനുഷ്യൻ്റെ ഒരു തലച്ചോറിൽ. സാധാരണ എത്ര ബുദ്ധി കുറവാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ 100 ട്രില്യൺ കണക്ഷൻസ് ഉണ്ട്. 100 ട്രില്യൺ എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ 1 ബില്യൺ സെക്കൻഡ് എന്ന് പറയുന്നത് 11.5 ദിവസമാണ്. 1 ബില്യൺ സെക്കൻഡ് എന്ന് പറയുന്നത് 33 വർഷമാണ്. 1 ട്രില്യൺ സെക്കൻഡ് എന്ന് പറയുന്നത് 3000 വർഷമാണ്. അങ്ങനെയെങ്കിൽ 1000 ട്രില്യൺ നെറ്റ്വർക്കുള്ള നമ്മുടെ തലച്ചോറിൻ്റെ സങ്കീർണതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആലിസ് പറയരുത് എനിക്ക് ഡിക്സനെ കൃത്യമായിട്ട് അറിയാം, ഡിക്സൺ പറയരുത് ഇത് എനിക്ക് മുഴുവനായിട്ട് അറിയാം. കാരണം ആലിസിനെ തന്നെ മനസ്സിലാക്കാൻ ഈ ജീവിതം തന്നെ മതിയാകില്ല. കാരണം അത്രയും അനന്തമായ സാധ്യതകളാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെതായ സ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉൾട്ടൻ ജഷീൻ വിവാഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ്
ത്രീ ടു ഗെറ്റ് മാരീഡ്. വിവാഹത്തിൽ പുരുഷനും സ്ത്രീയും വരനും വധുവും മാത്രമല്ല, അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു സിമെന്റിങ് സബ്സ്റ്റൻസായി കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം. ദൈവമാണ് അവരെ ഒരുമിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ചെങ്കടയിൽ കടന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ കാനാനിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ദൈവമാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം മരണം വരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം പേഴ്സണാലിറ്റി ക്ലാസ്സുകളും ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് വിവാഹ ജീവിതം മറിച്ച് കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ വിവാഹ ജീവിതം മനോഹരമാക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിനിടയിൽ തേങ്ങാപ്പീര വയ്ക്കുന്നത് പോലെ 3 വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. 3 വാക്കുകൾ ഇതാണ്. ഒന്നാമത്തെ കാര്യം, പ്ലീസ്, ദയവായി എനിക്കിത് ചെയ്തു തരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ മറ്റൊരു മനുഷ്യനോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, ദയവായി എനിക്കിത് ചെയ്തു തരാം. നമ്മൾ സാധാരണ മലയാളികൾ ഉപയോഗിക്കാൻ പഠിക്കുന്ന വാക്കുകളാണ് ദയവായി. ഇതൊക്കെ എൻ്റെ അവകാശമാണ്. രാവിലത്തെ ചായ എൻ്റെ അവകാശമാണ്, ബ്രെഡ് കോഫി എൻ്റെ അവകാശമാണ്. ഭർത്താവിനോട് പറയുകയും ഇന്ന കാര്യങ്ങൾ എനിക്ക് വാങ്ങിത്തരാൻ ഞാൻ ഭർത്താവ് കടപ്പെട്ടവനാണ് വിശ്വസിക്കുകയും ചെയ്യുന്ന ഭാര്യമാരുള്ള ലോകത്തിലാണ് നമ്മുടെ ജീവിതം. പക്ഷേ മാർപ്പാപ്പ പറയുന്നു, ദയവായി എന്നെ സഹായിക്കണം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ വാക്ക് മാർപ്പാപ്പ പറയുന്നതാണ് താങ്ക് യു. മലയാളികൾ മരിച്ചതിന് ശേഷം ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. മരിച്ച എല്ലാവരെയും നമ്മൾ ഷൂരിക്കിലൂടെ ഇല്ലാത്ത ആളെ നമ്മൾ ഷൂരിക്കും. രണ്ടാമത്തെ കാര്യമാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും മരിച്ചതിന് ശേഷം. അതുവരെ അപ്പനമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ നമുക്ക് സമയം ഉണ്ടാകാറില്ല. ഇതുപോലെ മലയാളികൾ മരിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന കാര്യമാണ് നന്ദി പറയാറ്. മരിച്ചതിന് ശേഷമാണ് ഇയാൾ എങ്ങനെയായിരുന്നു നന്നായിരുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്ന രണ്ടാമത്തെ വാക്കാണ് താങ്ക് യു എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്ക് മാർപ്പാപ്പ പറയുന്നത് സോറിയാണ്. നമ്മൾ മനുഷ്യരാണ്, തെറ്റുപറ്റിപ്പോയി, എനിക്ക് തെറ്റുപറ്റും എന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാകും. കാരണം കുറവുള്ളവരാണ്, ബലഹീനതയുള്ളവരാണ് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതമൊക്കെ മുമ്പിൽ സോറി ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. പൗലോസ് പറയുന്നുണ്ട്, ബലവാന്മാരായ നമ്മൾ ബലഹീനതയുടെ പോരായ്മ ക്ഷമയോടെ സഹിക്കാറുണ്ട്. അതൊരു ഫാൻ ഇടുന്ന കാര്യത്തിലായിരിക്കാം, ഒരു ഇഷ്ടപ്പെട്ട ഒരു കറിയിൽ രണ്ടെണ്ണ വയ്ക്കുന്ന കാര്യത്തിലായിരിക്കാം. പൗലോസ് പറയുന്നത്, നിങ്ങൾ ബലവാനാണ്, നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുക ബലഹീനരായ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിലാണ്. നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, ജീവിത പങ്കാളികളാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളിലാകാം. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന ഈ യാത്ര, മനോഹരമായ യാത്രയിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തോബിയാസിനെ കൂടെ പ്രപ്പാലമാലാകെ അയച്ചതുപോലെ വലിയ മാലാഖമാരുടെ സാന്നിധ്യവും വിശുദ്ധരുടെ വലിയ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ മനോഹരമായ ഒരു പ്രകാശിക്കും മരണം വരെ നിങ്ങൾ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ വലിയ ഒരു അനുഭവം നിങ്ങൾ ചെന്നെത്തുന്നിടങ്ങളിൽ ദൈവികമായൊരു സാന്നിധ്യം ഉണ്ടാകാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ പിതാവിനെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. സാക്ഷികളായിട്ടുള്ള ആളുകൾ സാക്ഷി ജിക്സന്റെയും ആലീസിന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി. ആലീസിന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം അവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ജിക്സൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ആലീസിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ആലീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച്
വിവാഹം എന്ന കൂരാശയിലൂടെ ജിക്സനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ, ജിക്സനെയും ആലിസിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ, വിവാഹ വാഗ്ദാനം ചെയ്ത് ദാസരണമേൽ അങ്ങയുടെ കാരണത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ ബസ്തകനെ അമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നാഥനായ മാറിയോസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കരങ്ങൾ കൂപ്പി ശിരസ്സമച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുക. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബാക്കെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂലാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കുർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പരിദീനനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകി, ആരാധിക്കുന്നു പാരാകി. ഞങ്ങളിൽ പാപമേ ശൈവം നിന്നനുഗ്രഹം നൽകണേ. ആശ്രയീവർ തീവ്രമായ നിങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നെ ദാസസർവം. ദേശം ത്യജിക്കയില്ല ഞാൻ, ദേശം ത്യജിക്കയില്ല ഞാൻ. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന ഇവരെ നീ ആശീർവദിക്കണമേ. ഇവരുടെ അനുഗ്രഹ ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി അവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിന് മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ.